മുഖാമുഖം പ്രസക്തമായ ഒരു ചോദ്യത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? അത് അമുസ്ലിമീങ്ങളും അതുപോലെ മുസ്ലിങ്ങളും തമ്മിലുള്ള അന്തരം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാമോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്നതാണ് ചോദ്യത്തിന്റെ കാതലായ വശം. മറുപടി പറയുന്നു, പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് അല്ലാഹുവിനോട് നിർവഹിക്കുന്ന ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന തേട്ടത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥന മുസ്ലിമീങ്ങൾ ആരും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നില്ലേ ഇല്ല. അല്ലാഹുവിന് മാത്രമേ അത് സമർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥന മുസ്ലിമീങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാത്തതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും വേർപിരിയുന്നു. അമുസ്ലിങ്ങൾ ആരാധനയാകുന്ന പ്രാർത്ഥനകൾ അല്ലാഹുവേതര ശക്തികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അത് ശിർക്കാണ്, കുഫ്റാണ്. അതേ അവസരത്തിൽ പ്രാർത്ഥനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത തേട്ടം, സഹായാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ, ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ പലരും അല്ല എല്ലാവരും അല്ലാഹു അല്ലാത്തവരോട് പറയുന്നു അല്ലെങ്കിൽ തേടുന്നു, ആവശ്യപ്പെടുന്നു. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശിർക്കല്ല, കുഫറല്ല, ഇസ്ലാം പുറത്തുപോകുന്ന പ്രവർത്തനവും അല്ല. ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചു പറയാം. പ്രാർത്ഥന എന്നത് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇബാദത്തായി നാം നിർവഹിക്കുന്ന, അതായത് അല്ലാഹുവിനോട് ചെയ്യുന്ന, അല്ലാഹുവിനോട് നടത്തുന്ന കർമ്മത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. അതേ അവസരത്തിൽ ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന മുസ്ലിമീങ്ങളായ നമ്മൾ മറ്റൊരാൾക്കും നിർവഹിക്കുന്നില്ല. അതേ അവസരത്തിൽ പ്രാർത്ഥന എന്ന പദം അത് മലയാള പദമാണ്. ആ മലയാള പദത്തിന്റെ അർത്ഥം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ്. മലയാളത്തിൽ മലയാള ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയും. ശബ്ദസാഗരം എടുത്താലും ശബ്ദ താരാവലി എടുത്താലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച എല്ലാ നിഘണ്ടുകൾ പരിശോധിച്ചാലും ഇത് കാണാം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്താ? തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിച്ചു, അല്ലാഹു അല്ലാത്തവരോട് യാചിച്ചു എന്ന് പറയുമ്പോഴേക്ക് അതൊരിക്കലും ആരാധനയാവുകയില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗത്തെയാണ് ഞാൻ പിടികൂടുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ആരാധനയാകുന്ന പ്രാർത്ഥന അത് അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ആരാധനയുടെ പരിധിയിൽ പെടാത്ത അർത്ഥന, അപേക്ഷ, തേട്ടം, ചോദ്യം, യാചന, പ്രാർത്ഥന, ഇത് അല്ലാഹു അല്ലാത്തവരോടും നടത്താം, നിർവഹിക്കാം. അതിലാർക്കും സംശയമില്ല. മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോ, നമ്മൾ 1000 ഉറുപ്പിക ആവശ്യം ഉണ്ടാകുമ്പോ ആരോടാ ചോദിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരനോടാണ്. രോഗമുണ്ടാകുമ്പോ നമ്മൾ ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർത്ഥിക്കുന്നത്, യാചിക്കുന്നത് ആരോടാണ്? ഡോക്ടറോടാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ആ അർത്ഥനയെക്കുറിച്ച്, അപേക്ഷയെക്കുറിച്ച്, യാചനയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് അത് മുസ്ലിമീങ്ങൾ ശിർക്കാണെന്നോ കുഫറാണെന്നോ ആരും വിശ്വസിക്കുന്നും ഇല്ല. പറഞ്ഞതിന്റെ ആകത്തുക
ഇബാദത്തിന്റെ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥനയാണോ, ആ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രാർത്ഥന, അപേക്ഷ, യാചന, തേട്ടം, ചോദ്യം, പേരെന്തു പറഞ്ഞാലും അത് സൃഷ്ടികളോടെല്ലാവരും അങ്ങുമിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അതൊരിക്കലും ശിർക്കല്ല, അതൊരിക്കലും കുഫറല്ല. അല്ലാഹു അല്ലാത്തവരോട് പറഞ്ഞു, ചോദിച്ചു, തേടി എന്നതുകൊണ്ട് അതൊരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനവും അല്ല. സുന്നികളായ നമ്മളാരും ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്നേ ഇല്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് തരപ്പെട്ടവനില്ല, അല്ലാഹു മാത്രമേ ആരാധനക്കുള്ളൂ എന്ന ആശയം അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അത് ഉറക്കെ വിളിച്ചു പറയുന്നവരാണ് അഹ്ലുസുന്ന. അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ആരാധനയാകുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും സുന്നികൾ ചെയ്യുന്നില്ല, അത് ചെയ്യാൻ പറ്റുകയുമില്ല. അത് കടുത്ത പാതകമാണ്, ശിർക്കാണ്, കുഫറാണ്, യാതൊരു സംശയവുമില്ല. അതേ അവസരത്തിൽ ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അപേക്ഷകൾ, സഹായം ചോദിക്കൽ, അതുപോലെ ആവലാദികൾ അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്നത് ഒരിക്കലും തെറ്റുമല്ല. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിൽ ആരാധന ആകുന്ന പ്രാർത്ഥനയുമുണ്ട്, ആരാധന അല്ലാത്ത പ്രാർത്ഥനയും ഉണ്ടെന്നാണോ, അതോ ആരാധനയുള്ളതിനെ മാത്രമേ പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ എന്നാണോ? അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ഏതും ആരാധനയുടെ പരിധിയിൽ വരും. അല്ലെങ്കിൽ ആരാധനയല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം പറയുക. വളരെ പ്രസക്തമായ ചോദ്യമാണ്. വിഷയങ്ങൾ ഇങ്ങനെ നൂലിഴ കീറി ചർച്ച ചെയ്യുന്ന ചോദ്യം. അതായത് പ്രാർത്ഥന ആരാധനയാകുന്ന പ്രാർത്ഥന, ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ എന്നാണ് ചോദ്യം. പ്രാർത്ഥന എന്നത് മലയാള വേർഡാണ്, മലയാള പദമാണ്. ഈ മലയാള പദത്തിന്റെ അർത്ഥം എല്ലാ നിഘണ്ടുകളെടുത്ത് പരിശോധിച്ചാലും കാണാം. അപേക്ഷിക്കുക, തേടുക, യാചിക്കുക, ചോദിക്കുക, ഹരജി നൽകി ഈശ്വരനോട് ചോദിക്കുക, ഇങ്ങനെ 6-5 അർത്ഥങ്ങൾ വീതം നിഘണ്ടുകളിൽ നോക്കിയാൽ കാണാം. നോക്കൂ നിങ്ങൾ, അപേക്ഷിക്കുക, യാചിക്കുക, അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വരനോട് ചോദിക്കുക. ഇതിൽ ഈശ്വരനോട് ചോദിക്കുക എന്ന ആ അർത്ഥത്തെയാണ് സാധാരണഗതിയിൽ നമ്മൾ ആരാധന എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ആ അർത്ഥം അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെയുള്ള ബാക്കിയുള്ള അർത്ഥങ്ങൾ മുഴുവനും അപേക്ഷിക്കുക, യാചിക്കുക, തേടുക, ഹരജി നൽകുക തുടങ്ങിയ ഈ അർത്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അത് മുഴുവനും ഇബാദത്തല്ല, ആരാധനയല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? നമ്മളൊക്കെ ഹരജി നൽകുന്നവരാണ്. സെക്രട്ടേറിയറ്റ് നിങ്ങൾ അടുത്താണ്. ഇവിടെ പോയി പല കാര്യങ്ങൾക്കും മന്ത്രിമാർക്ക് ഹരജി നൽകുന്നവരാണ് നമ്മൾ. കലക്ടർമാർക്ക് ഹരജി നൽകുന്നവരാണ്. ഈ ഹരജി നൽകലൊക്കെ പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളൊക്കെ അപേക്ഷ നൽകുന്നവരാണ്, നമ്മളൊക്കെ തേടുന്നവരാണ്, ചോദിക്കുന്നവരാണ്. അതൊക്കെ ശിർക്കാണോ, ആരാധനയാണോ, ഇസ്ലാമെന്ന് പുറത്തു പോവോ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു കാര്യം സ്പഷ്ടമായി, ആരാധനയാവുന്ന പ്രാർത്ഥനകൾ ഉണ്ട്, ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥനയും ഉണ്ട്. അപ്പൊ ചോദ്യം, എന്നാ പിന്നെ ഏതാണ് ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രാർത്ഥന? ഏത് ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രാർത്ഥന? ഏത്? പ്രസക്തമാണ് ആ ചോദ്യം. ഈ വിഷയത്തിന്റെ അഹ്ലുസുന്നയും വിദഅകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങളുടെ മർമ്മത്തിലേക്കാണ് ഇപ്പൊ ചോദ്യം എത്തി നിൽക്കുന്നത്. ഇത് ശരിക്ക് പഠിച്ചാലുണ്ടല്ലോ എല്ലാ സംശയങ്ങളും തീരും. ഞാൻ വായിക്കാം. ഇത് കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് വിഭാഗത്തിന്റെ മുഖപത്രമായ അൽമനാറാണ്. പിളരുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയത്. അപ്പൊ രണ്ടു കൂട്ടർക്കും ബാധകമാണ്. മടവൂർ ഗ്രൂപ്പിനും ബാധകമാണ്, മൗലവി ഗ്രൂപ്പിനും ബാധകമാണ്. അത് മറ്റേ ഗ്രൂപ്പിന്റെ കയ്യിലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റൂല. ഇതിൽ പറയുന്നത് എന്താ? അൽമനാർ ഈ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയാവൽ എപ്പോഴാ? മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു. ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും
ഇബാദത്ത് എന്ന ആരാധന തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ, അതായത് അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് തൗഹീദിന് പുറത്തുപോയി എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. എന്താ പറയുന്നത്? ദിവ്യത്വ സങ്കല്പമുണ്ടെങ്കിലേ അത് ആരാധനയാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ അനുസരണം, താഴ്മ, വിനയം, പ്രാർത്ഥന ഇതൊക്കെ നിർവഹിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു, ഇതിന് ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ആരാത് പറയുന്നത്? മുജാഹിദിന്റെ മുഖപത്രമാണ് പറയുന്നത്. ഞാൻ ബാക്കിയുള്ളത് കൂടി വായിക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും, ഒരാളൊന്നുമല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. അപ്പൊ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ള ആശയമാണിത്. മുജാഹിദിന്റെ മുഖപത്ര പറയുന്നത്. മുജാഹിദുകൾക്ക് അതിന് സംശയം ഉണ്ടാവില്ലല്ലോ. എന്താ പറയുന്നത്? ഈ തേടപ്പെടുന്ന അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു എന്തായാലും ആ വ്യക്തിക്ക്, ശക്തിക്ക് മുമ്പിൽ ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ദിവ്യത്വം ചാർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീകത എന്നാണ്. ദൈവീകത എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശക്തി, ഈ വ്യക്തി, ഈ വസ്തു ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ ഈ ശക്തിക്ക്, വ്യക്തിക്ക്, വസ്തുവിന് നമ്മൾ താഴ്മ ചെയ്യുന്നത്, വിനയം പ്രകടിപ്പിക്കുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥന, ആ വിനയം, ആ താഴ്മ, ആ തേട്ടം ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു, ആ വസ്തുവിനുള്ള ഇബാദത്താകുന്നു. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ ശിർക്കാണ്, ആരാധിക്കൽ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവീകത ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ അത് ആരാധനയാകുന്നു, അത് ശിർക്കാകുന്നു, അത് കുഫറാകുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കണം. നമ്മൾ അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നു. ഇത് റസൂലിനുള്ള പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്നാണല്ലോ മുജാഹിദ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ യാ റസൂലല്ലാഹി ഖുദ് ബിയദി എന്ന് പറഞ്ഞ് ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? നിങ്ങൾ പറയും. നമ്മൾ ഉള്ളത് പറയാം, നമ്മൾ ഒരാളെ ബോധിപ്പിക്കാൻ പറയുന്നത് ഉള്ളത് ഉള്ളതുപോലെ പറയാം. അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദിവ്യത്വമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും മുഹയ്യദ്ദീൻ ശൈഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന, നമ്മൾ തേടുന്ന, നമ്മൾ വിളിക്കുന്ന ഈ ഇസ്തിഗാസ, ഈ സഹായ തേട്ടം അവർക്കുള്ള ആരാധനയാവുന്നത്? അതൊരിക്കലും ആവുകയില്ല എന്ന് പറയുന്നത് ആരാ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ്. അൽമനാർ പച്ചയായി ഈ കാര്യം പറയുന്നു. അപ്പൊ ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യത്തിന്റെ ആദ്യ വശത്തിനു കൂടി ഞാൻ മറുപടി പറയുന്നു. എന്താ? എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ തന്നെയല്ലേ സുന്നികളായ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതര മതസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അല്ല, അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും തമ്മിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് കാരണം? മുസ്ലിമീങ്ങൾ സഹോദരന്മാരെ നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, ഔലിയാക്കളെ വിളിക്കുമ്പോ ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല വിളിക്കുന്നത്. അതേ അവസരത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? യേശു എന്ന് പറയുന്നത്
അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. അള്ളാഹിന്റെ ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. വഖാലത്തുൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാര് പറഞ്ഞത് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാകുന്നു എന്നാണ് ജൂതന്മാര് പറഞ്ഞത്. വഖാലത്തിൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ വഖാലത്തിൻ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി, നമ്മൾ പറയുന്ന ഈസാ നബി എന്ന യേശു അവരുടെ ഭാഷയിൽ അദ്ദേഹം ഇബ്നുല്ലാഹ് അള്ളാഹുവിന്റെ പുത്രനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിക്കുമ്പോ അവരുടെ വിശ്വാസം എന്താ? അൽ മസീഹു ഇബ്നുല്ലാഹ്, ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് അങ്ങനെയാണോ? മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കുന്നത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, അമുസ്ലിമീങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പനെ വിളിക്കുന്ന അമുസ്ലിമിന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? മുസ്ലിമായ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണോ? ഒരിക്കലും അല്ലേ അല്ല. അമുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവര് വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പൻ അദ്ദേഹം ദൈവ അവതാരമാകുന്നു എന്നാണ്. ദൈവത്തിന്റെ അവതാരമാണ്, ദൈവം അവതരിച്ചിട്ടുണ്ട് അവിടെ എന്ന വിശ്വാസത്തിലാണ് അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത്, അവിടെയുള്ള അപ്പനെ വിളിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് അമുസ്ലിമീങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ ദേവന്മാരെ വിളിക്കുന്നത് പോലെ ആ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ടല്ല മുസ്ലിമീങ്ങൾ ആരംഭ റസൂലിനെ വിളിക്കുന്നത്, ഔലിയാക്കളെ വിളിക്കുന്നത്. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങൾ വിളിക്കുന്നത് ദിവ്യത്വം ചാർത്താതെയാണ്, അമുസ്ലിമീങ്ങൾ വിളിക്കുന്നതോ ദിവ്യത്വം ദൈവീകത സമർപ്പിച്ചുകൊണ്ടുമാണ്. ഒന്ന് തൗഹീദാണ്, ദൈവീകത സമർപ്പിക്കാതെ വിളിക്കുന്നത് തൗഹീദാണ്. ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നതോ അത് ശിർക്കുമാണ്. അത് അവർക്കുള്ള ആരാധനയാണ്, അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ, ആ അൽമനാറിൽ പിളരുന്നതിന് മുമ്പ് എഴുതിയ ഈ അൽമനാറിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സത്യമാണിത്. അതിനു പുറമെ മുജാഹിദിന്റെ മറ്റൊരു പത്രമായ വിചിന്തനം അവരും ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരാധനയാകുന്നതും അല്ലാത്തതും തമ്മിലുള്ള അന്തരം മുജാഹിദുകൾ അൽമനാറിൽ പറഞ്ഞതുപോലെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നുവോ എങ്കിൽ അത് ശിർക്കാണ്. അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല. ഇബാദത്ത് ആ പേരിൽ ഇബാദത്ത് അല്ലാഹു അല്ലാഹു സമർപ്പിച്ചു എന്ന് പറയാനും പറ്റുന്നില്ല. അമുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളിൽ അവർ വിളിക്കുന്നത് ഈ ദൈവീകത ചാർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. രണ്ടും തമ്മിൽ വലിയ അജഗജാന്തരമുണ്ട്. ഈ ബാലപാഠം എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഉസ്താദ് പറയുന്നത് മുസ്ലിമീങ്ങൾക്കാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് ദിവ്യത്വം സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, രണ്ട് ദിവ്യത്വം സങ്കല്പിക്കാതെ ഏർവാടി, മുത്തുപേട്ട, നാഗൂർ, അജ്മീർ തുടങ്ങിയ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന. അപ്പോൾ മുസ്ലിങ്ങൾ മരണപ്പെട്ടവരെ വിളിക്കുന്നത് ദിവ്യത്വം സങ്കല്പിക്കാത്തത് കൊണ്ട് അത് ദിവ്യത്വ സങ്കല്പമില്ലാത്ത പ്രാർത്ഥന. അള്ളാഹുവിനെ മാത്രം വിളിക്കുമ്പോൾ അത് അള്ളാഹുവിന് ദിവ്യ സങ്കല്പത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന. അപ്പൊ രണ്ടു തരം പ്രാർത്ഥന. ഏതായിരുന്നാലും മനസ്സിലാക്കുക, ഈ രണ്ടു തരം പ്രാർത്ഥന ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളാണ് അത്തരത്തിലുള്ള രണ്ട് പ്രാർത്ഥന ചെയ്യുന്നതെന്നും ബഹുമാനിയായ ഉസ്താദ് ഇവിടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന സഹാബാക്രം ഉൾപ്പെടുന്ന ആ സമൂഹത്തിൽ എവിടെയെങ്കിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം രണ്ടു തരം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ചെയ്യുവാൻ ദിവ്യത്വം സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെയും സങ്കല്പിക്കാതെ നിങ്ങൾക്ക് മരണപ്പെട്ടുപോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രണ്ടു തരം പ്രാർത്ഥനയ്ക്കും ഇസ്ലാമിൽ ദിവ്യസങ്കല്പം കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതല്ലാതെ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു രീതിയിൽ തെളിവ് ഉദ്ധരിച്ചതായി പറയാമോ? ഇപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥന ആരാധനയുടെ പരിധിയിൽ പെടുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അത് ചോദ്യകർത്താവിന് ഏറെക്കുറെ തിരിഞ്ഞതുപോലെയുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. ഇനി മടവൂർ ഗ്രൂപ്പിന്റെ പുസ്തകത്തിൽ അത് വേറെയും പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംശയവും മറുപടിയും എന്ന പുസ്തകത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പിന്നീട് പറയും. ആരാധനയുടെ പരിധിയിൽ പെടുന്നതും അല്ലാത്തതുമായ രണ്ട് അർത്ഥത്തിൽ പ്രാർത്ഥന പറയും. ആ അർത്ഥത്തിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥനക്കാണ് സാങ്കേതികമായി നമ്മൾ പ്രാർത്ഥന ആരാധന എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇതിനെക്കുറിച്ച് സാധാരണഗതിയിൽ തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ്. മലയാള പദത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിനോട് തെറ്റും ഇല്ല. ഇനി അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? അങ്ങനെ പ്രാർത്ഥിക്കാം, അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ കൺഫ്യൂഷൻ തീരുന്നതിന് വേണ്ടി എല്ലാവർക്കും പറയുന്നു, സാധാരണഗതിയിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സഹായതേട്ടം അങ്ങനെ പറയലാണ് കുറച്ചുകൂടി എളുപ്പം. സഹായതേട്ടം, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റും എന്ന്, അതായത് ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, അതിനാണല്ലോ സഹായതേട്ടം, അപേക്ഷിക്കുക, യാചിക്കുക എന്നൊക്കെ പറയുന്നത്. അത് അല്ലാഹു അല്ലാത്തവരോട് നിർവഹിക്കാമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് സഹായിക്കാൻ കഴിയുമോ? അത് ഖുർആനിലുണ്ടോ? അത് ഹദീസിലുണ്ടോ? അത് പ്രമാണങ്ങളിലുണ്ടോ? പ്രസക്തമായ ചോദ്യമാണ്. ഉണ്ട്. ഒരുപാട് ആയത്തുകളിൽ ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട്, പൂർവീകരുടെ വചനങ്ങളിലും ചരിത്രങ്ങളിലും പ്രവർത്തനങ്ങളിലും നമുക്കിത് കാണാവുന്നതും ആണ്. ഞാൻ തലക്കെന്ന് പറയാം. ഒന്നാമത്തേത്, ഇങ്ങനെ മഹാത്മാക്കളായ ആളുകൾ, ആ മഹത്തുക്കളായ ആളുകൾ അവരോട് സഹായം ചോദിക്കുക എന്ന പ്രാർത്ഥന, അതാണ് നമ്മൾ ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, അതായത് സഹായം ചോദിക്കുക. ഇത് ചെയ്യാമോ? ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു മാഇദയുടെ 55-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചതു കാണാം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നമാ വലിയുക്കുമുല്ലാ, നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു, വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിക്കും. അള്ളാഹു മാത്രമല്ല സഹായിക്കുന്നത്, വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയില്ലേ, 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയിട്ടുള്ളവരാണ്. ആ റസൂൽ നമ്മളെ സഹായിക്കും, നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. ഈമാനിൽ കമാല് പ്രാപിച്ചിട്ടുള്ളവർ, അതേ നിസ്കാരം അതിന്റെ മുറപ്രകാരം ചെയ്യുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, അവരും നിങ്ങളെ സഹായിക്കുന്നവരാകുന്നു. അവരും നിങ്ങൾക്ക് സഹകാരികളാണ്, സഹായികളാണ്. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാ. അപ്പൊ അല്ലാഹ് സഹായിക്കും, അതുപോലെ റസൂൽ സഹായിക്കും, സത്യവിശ്വാസികളും നിങ്ങളെ സഹായിക്കും. ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പൊ അവരോട് നമുക്ക് സഹായം ചോദിക്കാം. ഇന്നമാ വലിയുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ സഹായിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനോട് നമുക്ക് സഹായം ചോദിക്കാം. റസൂലുഹു, റസൂൽ നിങ്ങളുടെ സഹായിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റസൂലിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. ഈമാനിൽ കമാൽ പ്രാപിച്ച, നിസ്കാരം ക്രമപ്രകാരം ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികൾ, അവരും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവരോടും സഹായം ചോദിക്കാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു 400 സ്വഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച മഹാവ്യക്തിത്വം. മഹാൻ പറഞ്ഞത് എന്താണ്? വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു ഉമൂമു മൻ ആമന മൻ മവാ മിൻഹും വമൻ ബഖിയ. വല്ലദീന ആമനു എന്ന് പറഞ്ഞ വിശ്വാസികളിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല ഉൾപ്പെടുക, മരണപ്പെട്ടവർ കൂടി ഉൾപ്പെടുന്നതാണ് എന്ന് ഇതിന്റെ പ്രകടമായ അർത്ഥം തന്നെ കുറിക്കുന്നു. ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ഹയ്യാൻ തന്റെ തഫ്സീർ ബഹറുൽ മുഹീത്തിന്റെ 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ ഈ വ്യാഖ്യാനം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അപ്പൊ ഈമാനിൽ കമാൽ പ്രാപിച്ച വിശ്വാസികൾ, അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരൊക്കെ നമ്മെ സഹായിക്കും. ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരോട് സഹായം ചോദിക്കാം. അവരോട് സഹായം തേടുന്നത് ശിർക്കല്ല, കുഫറല്ല. അത് തന്നെയാണ് ആരാധനയുടെ പരിധിയിൽ പെട്ടിട്ടില്ലാത്ത പ്രാർത്ഥന, അല്ലെങ്കിൽ അപേക്ഷ, അല്ലെങ്കിൽ സഹായതേട്ടം, അല്ലെങ്കിൽ ചോദ്യം, എന്ത് പേര് പറഞ്ഞാലും അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സഹായതേട്ടമാണ്. അങ്ങനെ ഇവരോട് നമുക്ക് സഹായം തേടാം, അപേക്ഷിക്കാം, ഒരു കുഴപ്പവുമില്ല. അത് തൗഹീദിന് വിരുദ്ധമല്ല. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനത്തിൽ അള്ളാഹു ഈ കാര്യം പഠിപ്പിച്ചിട്ടും ഉണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ ബഹുമാനിയായ ഉസ്താദ് 2 തരം
പ്രാർത്ഥനകൾ ഇസ്ലാമിലുള്ളതായിട്ട് പറഞ്ഞു. ഒന്ന്, ദിവ്യസങ്കല്പത്വം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. രണ്ട്, മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അല്ലാത്തതാണ്. അങ്ങനെ രണ്ടു തരത്തിലുള്ള പ്രാർത്ഥന പറഞ്ഞു. അപ്പോൾ എന്റെ ചോദ്യത്തെ ഞാൻ ഉന്നയിച്ചിരുന്നു, ഒമാ അർസൽനാക ഇല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ ഞാൻ അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായിട്ടും പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മുസ്ലിങ്ങൾക്ക് മാതൃക പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും നേരത്തെ ഉസ്താദ് ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനപ്രകാരം ആ ആയത്ത് വഹി ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ജീവിതത്തിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷമോ അതിനു മുമ്പോ വഫാത്ത് ആകുന്നതുവരേക്കും എപ്പോഴെങ്കിലും മുൻകഴിഞ്ഞു പോയ മരണപ്പെട്ടവർ വിളിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവ്യ സങ്കല്പം ഇല്ലാത്ത ഒരു തരത്തിലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? അത് എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിവ്യത്വ സങ്കല്പത്തെ ഇല്ലാത്ത മരണപ്പെട്ട മഹാന്മാരെ വിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം പറയുക. ഇതാണ് ഞാൻ ചോദിച്ചത്. ആ ആയത്ത് പ്രവാചകൻ ഇറങ്ങിയതാണല്ലോ. അസ്സലാമു അലൈക്കും. കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായാർത്ഥന, മുജാഹിദുകൾ അതിന് പ്രാർത്ഥന എന്ന് പേര് പറയും. സംഗതി സഹായാർത്ഥനയാണ്. ഈ സഹായാർത്ഥന ശിർക്കാണോ, അത് തൗഹീദിന് വിരുദ്ധമാണോ, അത് ഇബാദത്താണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഞാൻ മറുപടി പറഞ്ഞത് മുജാഹിദുകളുടെ മുഖപത്രം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, അത് ശിർക്കാവുകയില്ല, അത് ആരാധനയുടെ പരിധിയിൽ പെടുകയില്ല, അത് തൗഹീദിന് വിരുദ്ധമാവുകയില്ല, സുന്നികൾ ചെയ്യുന്ന സഹായാർത്ഥന എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അത് എല്ലാവരും ശ്രദ്ധിച്ചു, ചോദ്യകർത്താവിനും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഒരു കാര്യം നമ്മളിപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താണ്? സുന്നികൾ നിർവഹിക്കുന്ന സഹായാർത്ഥനകൾ, അത് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കലാവട്ടെ, റസൂലിനെ വിളിക്കലാവട്ടെ, ആരെ വിളിക്കലാണെങ്കിലും അത് സുന്നികൾ അവർ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, അല്ലെങ്കിൽ നബിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്ന ആ വിളികൾ ഒരിക്കലും അത് ആരാധനയല്ല, ശിർക്കല്ല, ഇസ്ലാമിന് പുറത്തു പോകുന്ന പരിപാടിയല്ല എന്ന് മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിവിടെ തെളിയിച്ചു. അതിൽ ചോദ്യകർത്താവിനും സംശയമില്ല, വേറെ മറ്റാർക്കും സംശയമില്ല. ഇനി അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം എന്താണ്? ഇപ്രകാരം മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റും എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ്. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാവാം, മഹാത്മാക്കൾ സഹായിക്കും, ആരംഭ റസൂൽ സഹായിക്കും, അവരോട് സഹായം തേടാം, ചോദിക്കാം എന്ന താൽപര്യം ആ ആയത്തിൽ നിന്ന് ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്ന കാര്യം മഗ്‌രിബിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം, ആയത്തും പോരാ, പിന്നെ എന്തു വേണം? നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തോതി ലഖദ് കാന ലക്കും ഫീ റസൂലുള്ളാഹി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് അബദ്ധാണ്, തെറ്റാണ്. അത് വ്യാകരണപരമായി ഖുർആന്റെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി എന്നാണ്, മജ്റൂറാണ്, അത് ജറാണ്, അത് തിരുത്തണം. കാരണം ആയത്തിലുള്ള തെറ്റായതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് തെറ്റ് കാണുമ്പോൾ തിരുത്തണം എന്നതുകൊണ്ട് അറിയിക്കുകയാണ്. അപ്പൊ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നൊക്കെ ഖുർആനിലും അതുപോലെ നമ്മളൊക്കെ വിശ്വസിക്കുന്നതുമാണല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സംബന്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ വായിക്കാം. ഇതാരാ? ഇത് തുഹഫത്തുൽ ദാക്കിരീൻ എന്ന ഗ്രന്ഥമാണ്. ഇത് എഴുതിയത് ആരാണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമെന്ന് മുജാഹിദ് പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഷൗക്കാനി. ആ മുഹമ്മദ് അലി ഷൗക്കാനിയുടെ ഗ്രന്ഥമാണ്. ഇദ്ദേഹം കണ്ടോ,
ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖമെന്ന ഈ പുസ്തകത്തിൽ, മുജാഹിദ് പിളരുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകമാണ്, ഈ പുസ്തകത്തിൽ അവരുടെ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഷൗക്കാനി. ഈ ഷൗക്കാനി പറയുന്നത് നോക്ക് നിങ്ങൾ, വഇൻ അറാദ ഔനൻ, ഒരു സഹായം ഒരാൾ ഉദ്ദേശിച്ചാൽ, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് പറയുകയാണ്, ഫൽയഖുൽ, അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയട്ടെ. ത്വബറാനി ഉദ്ധരിച്ച ഹദീസാകുന്നു. ഈ ഗ്രന്ഥം ആരതാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന ഷൗക്കാനിയുടെ ഗ്രന്ഥമാണ് തുഹഫത്തുൽ ദാക്കിരീൻ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 191 പേജിൽ ഇദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മഹാത്മാക്കൾ, ഇഷ്ടദാസന്മാർ, അവരെ വിളിച്ച് സഹായത്തിന് തേടാം, പ്രയാസമുണ്ടെങ്കിൽ അവരപ്രകാരം തേടട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് വചനമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഒന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ഇനിയുമുണ്ട്, കൂടുതൽ പറയേണ്ടതില്ലല്ലോ. വിഷയം സ്ഥിരപ്പെടാൻ ഒന്ന് തന്നെ യഥേഷ്ടം മതി. അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞാൽ പിന്നെ വേറെ ഹദീസിലുണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്നാലും ചോദ്യകർത്താവ് ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാഅാണ്, ഖിയാസാണ്. ഇതിലേതുണ്ടെങ്കിലും ഒരു കാര്യം സ്ഥിരപ്പെടാൻ അത് മതി. പക്ഷെ ഞാൻ ഒന്നാമത് ഖുർആൻ തന്നെ ഓതിയത് എന്തിനാണ്? ഇത് ഹദീസുകളിലേക്ക് അതിന്റെ ബലാബല ചർച്ചകളിലൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയേണ്ടതില്ല. ഖുർആൻ പിന്നെ ദഈഫാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ, ദുർബലമാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഖുർആൻ തന്നെ ഓതിയത്. ഖുർആൻ കൊണ്ട് തന്നെ ഈ കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത് ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് ഹദീസിലുള്ളതും പറഞ്ഞതാണ്. അപ്പൊ ഇത് മുജാഹിദുകളെ നേതാവ് ഷൗക്കാനി തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ആ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. ഇവിടെ പരിസരത്ത് കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണമേ എന്ന് വിജനമായ പ്രദേശത്ത് ഒരാൾ അകപ്പെട്ടാൽ അങ്ങനെ ചോദിക്കാമെന്നുള്ള ഹദീസാണ്. ആ ഹദീസിന്റെ ബലാബലങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് ഒരു സംവാദത്തിലൂടെ ആവാം. മറിച്ച് എന്റെ ചോദ്യം, ഞാൻ ചോദിച്ചത് മരണപ്പെട്ടു പോയ മഹാന്മാർ, അവരെ വിളിച്ചു തേടുവാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. അതിന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ ചോദ്യം മാറ്റിയാണ്. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുവാണ്. രണ്ടും ശരിയല്ല. ഇതൊക്കെ നേർക്ക് നേരെ ഇരിക്കുമ്പോൾ അത് ഞാൻ കയ്യോടെ പിടികൂടും എന്ന ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ പറഞ്ഞതെന്താ? ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാൻ ഒന്ന് സഹായിക്കാമോ എന്ന് പറയാം. അതിലാർക്കും തർക്കമില്ല. ഞാൻ ചോദിച്ചത് അതല്ല, ഞാൻ പറഞ്ഞതും അതല്ല. എന്നാലല്ലേ ഇപ്പൊ അത് പറയേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞത് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായം ചോദിക്കാൻ, അതെല്ലാവർക്കും അറിയാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ്. ഇതിപ്പോ ഹദീസിൽ വന്ന് വലിയ കാര്യമായിട്ട് ഞാൻ പറയേണ്ടതില്ല, ഇതെല്ലാവർക്കും അറിയുന്ന കേസാ. ഇതിൽ പറഞ്ഞത് അതല്ല. അടുത്ത ആളുണ്ടാവുമ്പോ അയാളോട് ഇങ്ങനെ സഹായം ചോദിക്കാൻ പറ്റും എന്നല്ല. നിങ്ങൾ ഈ ആളുകളെ വട്ടം കറക്കരുത്, ഉള്ളതുപോലെ പറയണം. ഞാൻ നോക്ക്, നിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്ന് മുജാഹിദുകൾ തന്നെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ വ്യക്തി ഇതേതാ? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖമെന്ന ഈ പുസ്തകത്തിൽ ₹1.25 വിലയാണ് ഈ പുസ്തകത്തിനുള്ളത്. ഇതിൽ അദ്ദേഹത്തിനെ കുറിച്ച്, ഷൗക്കാനിയെ കുറിച്ച് ഇതിന്റെ 22ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഷൗക്കാനി പറയാ, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പരിസരത്ത് ആളുള്ളോളെ പറ്റിയല്ല, ആളുകൾ ഉണ്ടാകുമ്പോഴുള്ള സഹായത്തേട്ടല്ല ഈ പറയുന്നത്. വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവിന് പറ്റുന്ന ഹദീസാണിത്. ഇത് ബലാബലം പിന്നെ സംവാദത്തിലേക്ക് നീട്ടിവെക്കണ്ട, ഇവിടെ തന്നെ തീരുമാനിക്കാം. എന്തിനാണ് അങ്ങോട്ട് നീട്ടുന്നത്? എല്ലാം കൂടി ഇവിടെ തീരുമാനിക്കാൻ വന്നതാണ് നമ്മളിവിടെ. ദലീലുൻ, ഇതിൽ തെളിവുണ്ട്. നിങ്ങളല്ല, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ബീജാവാപ്പം നൽകി വളർത്തിയെടുത്ത ആചാര്യൻ പറയുകയാണ്. എന്താ പറയുന്നത്? വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തെളിവിന് പറ്റുന്ന ഹദീസാണ്. അതാണ് ഇതിന്റെ അർത്ഥം. ഇത് തെളിവിന് പറ്റുന്ന ഹദീസാണ്. ബരാബരം സംവാദത്തിലേക്ക് നീട്ടിവെക്കണം എന്നല്ല പറയുന്നത്. ദലീലും, തെളിവുണ്ട്. എന്തിനാണ് തെളിവ്? അലാ ജവാസിൽ ഇസ്തിആനത്തി. ഞാൻ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് വെറുതെ പറയുന്നത് വെറുതെ ആവും, ശ്രദ്ധിക്കണം. ദലീലും, തെളിവുണ്ട്. അലാ ജവാസിൽ ഇസ്തിആനത്തി, സഹായം ചോദിക്കൽ അനുവദനീയമാണ്. ശിർക്കാണെന്നല്ല, അത് അനുവദനീയമാണ് എന്നതിന് തെളിവുണ്ട്. ആരോട്? കഴിഞ്ഞിട്ടില്ല. ബിമൻ ലാ യറാഹുമുൽ ഇൻസാൻ,
മനുഷ്യൻ കാണാത്ത, അടുത്ത് കാണുന്ന ആളുകളോടൊന്നല്ല, ബിമൻ ലാ യറാഹുമുൽ ഇൻസാൻ, മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാത്തവരായ മഹാത്മാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ, അവരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. പറയുന്നതാരാ? സമസ്തയുടെ ആളല്ല, സുന്നികളുടെ ആളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ലോകത്താദ്യമായി നെഞ്ചത്ത് കൈവെക്കണം എന്ന് ലോകത്ത് പറഞ്ഞ ആളാ. ഇവരുടെ നേതാവാണെന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന വ്യക്തി ഷൗക്കാനി തന്റെ സ്വന്തം ഗ്രന്ഥമായ തുഹ്ഫത്തുൽ സാകിരീൻ എന്ന ഈ ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ കാണുന്ന ആളുകളോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ല സഹോദര ഇതിൽ പറയുന്നത്. നിങ്ങൾ അറിയാതെ സംസാരിക്കരുത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. 10 ലക്ഷം ഹദീസ്. 10 ലക്ഷം. ഇന്നത്തെ മുജാഹിദ് മൗലവിമാർക്ക് 10 ലക്ഷം പോയിട്ട്, 1 ലക്ഷം പോയിട്ട്, 10,000 പോയിട്ട്, 1000 പോയിട്ട്, 100 ഹദീസ് പോകട്ടെ, 10 ഹദീസ് സനദ് സഹിതം മനപ്പാടമുണ്ടോ? ഒരൊറ്റ മുജാഹിദിനുമില്ല.